മലയാളികൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് 8-ാം പ്രതിയായിരുന്നത്. 2017 ഫെബ്രുവരി 17 നടന്ന സംഭവം. 2025 ഡിസംബർ 8 വിധി വന്നിരുന്നത്. വിധിയിൽ 6 പേർ മാത്രം കുറ്റക്കാരും 8-ാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിടുകയും ചെയ്തു. ദിലീപിനെതിരെയുള്ള തെളിവുകളൊന്നും തന്നെ കോടതിയിൽ നിലനിന്നില്ല. ഇപ്പോഴിതാ വൻ പ്രതിഷേധവുമായാണ് ജനങ്ങൾ വന്നിരിക്കുന്നത്. അതിജീവിതയുടെ ഒപ്പം തന്നെയാണ് എല്ലാവരും. അവൾക്കൊപ്പം തന്നെയാണ് എല്ലാവരും. മാറി ചിന്തിക്കാൻ കുറച്ച് പേർക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. ദിലീപിനോടൊപ്പം കുറച്ച് പേർ മാത്രമാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. വൻ പ്രതിഷേധമാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അതിൻ്റെ തുടർച്ചയായി KSRTC ബസ്സിനുള്ളിൽ ദിലീപിൻ്റെ സിനിമ പ്രദർശിപ്പിച്ചതിൽ തർക്കം വന്നു. കണ്ടക്ടർ സിനിമ ഓഫ് ചെയ്യേണ്ടതായിട്ട് വന്നു. ബസ്സിനുള്ളിൽ ഒരു ലേഡിയാണ് ആദ്യമായി തർക്കം പറഞ്ഞത്. പിന്നീട് അത് മറ്റുള്ളവർ ഏറ്റുപിടിക്കുകയായിരുന്നു. പറ്റില്ല, നമുക്ക് കാണണമെന്ന് പറഞ്ഞ ഒരു കൂട്ടർ വന്നെങ്കിൽ പോലും ഒടുവിൽ കണ്ടക്ടറിന് ഓഫ് ചെയ്യേണ്ടി വന്നു. അത്രയ്ക്കുള്ള പ്രതിഷേധമായിരുന്നു ഇന്നലെ ബസ്സിനുള്ളിൽ നടന്നത്. തുടർന്ന് ഒരു ദേവസ്വം ബോർഡിൻ്റെ അമ്പലത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ദിലീപ് വരുമെന്നറിഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. തർക്കം പറഞ്ഞ ഒടുവിൽ ദിലീപിന് അതിൽ നിന്ന് പിന്മാറേണ്ടതായി വന്നു. ഇത് ദിലീപിനുള്ള ഒരു തിരിച്ചടിയായി തന്നെയാണ് തോന്നുന്നത്. കേസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ദിലീപിനെ പോലീസ് പിടിച്ച സമയത്തും ഇത്രയധികം പ്രശ്നങ്ങൾ നിലനിന്നില്ല. എന്നാൽ ഇപ്പോൾ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും ദിലീപിനെ വെറുതെ വിട്ടു എന്ന് തന്നെയാണ് ജനങ്ങൾ ഒന്നടക്കം പറയുന്നത്. സമൂഹം മുഴുവൻ അവൾക്കൊപ്പം തന്നെയാണ്. അതിജീവിതയുടെ കൂടെ തന്നെയാണ് കൂടുതൽ പേരും. എന്നാൽ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കുറച്ച് പേരുമുണ്ട്. എന്നാൽ ആരുടെ ഭാഗം നിൽക്കണമെന്നറിയാത്ത ചിലരും ഇന്നുണ്ടാവും. കേസിൻ്റെ വിധിക്ക് പിന്നാലെ അതിജീവിത നിശബ്ദതയായിരുന്നു. അതിജീവിത പ്രതികരിച്ചത് തനിക്ക് കോടതിയിലുള്ള വിശ്വാസം പോയെന്നും നീതി ലഭിച്ചില്ല എന്നും കോടതിയെ വിമർശിച്ചുകൊണ്ട് അതിജീവിത ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. തൊട്ടു പിന്നാലെ ദിലീപിൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരും പ്രതികരണവുമായി വന്നിരുന്നു. കുറ്റക്കാർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. കുറ്റം ചെയ്യിപ്പിച്ചവർ ഇന്നും പകൽ വെളിച്ചത്ത് നടക്കുകയാണ്. അതാരെന്നും കൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ അതിജീവിതയ്ക്ക് നീതി കിട്ടൂ എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞിരിക്കുന്നത്. മഞ്ജുവിന് പിന്നാലെ പൃഥ്വിരാജും, അഹാന, പാർവതി തിരോത്ത്, രമ്യ നമ്പീശൻ, ഭാഗ്യലക്ഷ്മി ഒട്ടനേകം പേരാണ് വൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇതിപ്പോൾ അതിജീവിതയുടെയോ കുറച്ചു പേരുടെയോ പ്രശ്നമല്ല, കേരളത്തിൻ്റെ ഒന്നടക്കം പ്രശ്നമായി മാറിയിരിക്കുകയാണ്.